ഹലോ ഗേസ് അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടില്ലുണ്ടല്ലോ ജിസ്ന സ്ലിമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ജിസ്ന സ്ലിമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ മരണത്തോട് മല്ലടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയില്ലെന്ന് വെച്ചാൽ അവർ ഇഞ്ചക്ഷൻ വെച്ചതാണ്. ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ വന്നതാണ് കേട്ടോ. അവർക്ക് കാൽമ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീക്കും കാര്യങ്ങളും റിയാക്ഷനൊക്കെയാണ് കണ്ടത്. അപ്പം അതിനെ പറ്റിയിട്ട് പിന്നെ ഒരു അരുണേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടുത്ത് അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്, ഇങ്ങനെ നൈസ് ഇഞ്ചക്ഷൻ മാറി കുത്തിയതാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് ഒരു 2-3 മാസം മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. അതിപ്പോൾ അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇടുകയാണ് ഇട്ടതാണ്. അപ്പോൾ അത് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ പിന്നെ എന്താ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സെഫീന ബീവി ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ. സെഫീന ബീവി കുറച്ച് പിന്നെ ഹോസ്പിറ്റലൊക്കെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ, അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് കേട്ടോ സെഫീന ബീവി. അപ്പം അവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇങ്ങനെ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കേട്ടോക്കി. മാഡം, ഇത് ജിസ്ന സലീമിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാർച്ച് 30-നാണ്. മാർച്ച് 30 രാത്രിയാണ്. ഇവർക്ക് മൈഗ്രെയിൻ ആണ്, എപ്പോഴും മൈഗ്രെയിൻ ആണ്. ഫെയർഗാനും ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. ആ 2 മെഡിസിൻ എടുത്താലാണ് ഇവർക്ക് എന്ത് ചെയ്യും, പെയിൻ ഇഞ്ചക്ഷൻ ആണ് കൂടെയുള്ളൂ. ഓക്കെ, ട്രമഡോൾ. അങ്ങനെ ഇവർക്ക് കയ്യിലൊന്നും വെയിൻ കിട്ടില്ല. ഓക്കെ, ഇവർക്ക് എവിടെ കുത്തിയാലും ബൾജാവും. ഓക്കെ, എവിടെ ഇഞ്ചക്ട് ചെയ്താലും ബൾജാവും. ഓക്കെ, അങ്ങനെ കയ്യിലൊന്നും വെയിൻ കിട്ടാണ്ട് ഇവർ സാധാരണ കാലിൽ ചെയ്യും. അപ്പൊ കാലിൽ ഇഞ്ചക്ഷൻ ചെയ്ത സമയത്ത് ഇത് എന്തായാലും ഇഞ്ചക്ഷൻ പോകുന്നില്ല. ഇഞ്ചക്ഷൻ പോകണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഇഞ്ചക്ഷൻ മെഡിസിൻ അല്ലല്ലോ കുത്തുക, നോർമൽ വെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ സലൈൻ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് നോക്കും. അത് അതിന്റെ ഒരു പ്രോസസ്സാണ്. അങ്ങനെ ജസ്റ്റ് അത് പമ്പ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ആ സമയത്ത് അത് ബൾജായി വന്നു. ഇവര് പറയുന്നത് വേറെ മെഡിസിനാണ്. ഞങ്ങളുടെ നേഴ്സ് വേറെ നോർമൽ സലൈനാണ്, വേറെ ഒന്നുമല്ല, അത് നോർമൽ ബൾജ് നോക്കിയതാണ്. അപ്പൊ ഇവര് പറയുന്നത് വേറെ മെഡിസിൻ കുത്തിയതാണെന്ന് പറ്റാണ് പ്രശ്നം. പിറ്റേ ദിവസം ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇവരുടെ അയ്യായിരം നടന്ന വീഡിയോയുടെ നമ്മൾ വന്നിട്ട് ചീത്ത ഭയങ്കര തെറ്റായ രീതിയിൽ നേഴ്സിനോട് സംസാരിച്ച് ഞങ്ങൾ അതിൽ പരാതി കൊടുത്തു. അപ്പൊ അവര് കംപ്ലൈന്റ് ഇതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അവരുടെ സമയത്ത് നേഴ്സ് പറഞ്ഞു, ഇന്നതാണ് സാർ ഞാൻ ചെയ്തത്, വെയിൻ ഒന്ന് ബ്ലോക്ക് ആകുന്ന സമയത്ത് ബൾജാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ഞങ്ങളൊന്ന് പുഷ് ചെയ്ത് നോക്കും. അങ്ങനെ പുഷ് ചെയ്ത് നോക്കി പ്രോസസ്സേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സിഐക്ക് അത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോൾ സിഐ കാര്യം പറഞ്ഞു. അപ്പൊ അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് എന്തൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് പ്രശ്നം തീരെയില്ലെങ്കിൽ ഓക്കെ എന്നാൽ ഡയബ് ടെസ്റ്റ് കൂടി ഞങ്ങൾ ചെയ്തുതരാം. അതിന്റെ ഭാഗമായിട്ട് ഒരു വിഷമമൊക്കെ എന്തിന്റെ പേരിലായാലും വിഷമം വന്നല്ലോ എന്ന് വെച്ചാൽ ഓക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ്, 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർക്ക് വേണ്ട ഒരു ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തപ്പോൾ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. വേറെ മെഡിസിൻ വേറെ കാര്യം ഇൻഫെക്ഷൻ ആവും കാര്യങ്ങളാവും, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓക്കെ, അപ്പൊ അത് പറഞ്ഞ് 1.5 മാസം മുന്നേ കറക്റ്റ് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. ഇപ്പൊ മെയ് 16 ഇന്നലെയാണ് ഒരു വീഡിയോ. ഇന്നലെ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ